റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മേയർ സ്ഥാനം നിഷേധിച്ചതിലെ പിണക്കം മാറാതെ ആർ ശ്രീലേഖ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ പരിഗണിച്ചിരുന്ന ശ്രീലേഖയെ ഇനി നിർബന്ധിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വവും. ഇതോടെ സിനിമാ താരം കൃഷ്ണകുമാർ ജിയെ വട്ടിയൂർക്കാവിൽ പരിഗണിക്കും. സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനും BJP ആലോചിക്കുന്നുണ്ട്. റഹീസ് റഷീദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. റഹീസ്, കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടിനോട് തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്നാൽ ശ്രീലേഖയുടെ പേരാണ് അവിടെ സജീവമുണ്ടായിരുന്നത്. പക്ഷേ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾ, അടിക്കടി ഉണ്ടായ പ്രതികരണങ്ങളിലെ പാളിച്ചകൾ, അതൊക്കെ തന്നെയും ശ്രീലേഖ പാർട്ടിയെ പലതരത്തിൽ വെട്ടിലാക്കുന്നതിലേക്ക് എത്തിച്ചിരുന്നു. ശ്രീലേഖയ്ക്കും ഒരു മനം മടുപ്പുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണോ മത്സരിക്കാനില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? വിനീത, ആർ ശ്രീലേഖ BJPയുടെ ഭാഗമാകുമ്പോൾ BJPക്കും ആർ ശ്രീലേഖയ്ക്കും ഒരുപോലെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. മേയർ സ്ഥാനാർത്ഥിയായി ഒരു ഘട്ടത്തിൽ പാർട്ടി ശ്രീലേഖയെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ഭരണം കിട്ടിയപ്പോൾ മേയർ സ്ഥാനത്ത് നിന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ VV രാജേഷിനെ മേയറാക്കുകയും ശ്രീലേഖയെ ഒഴിവാക്കുകയും ചെയ്തു. അന്ന് ശ്രീലേഖ പാർട്ടി നേതൃത്വത്തോട് ഉന്നയിച്ച ആവശ്യമാണ് ശാസ്തമംഗലം വാർഡ് കൂടിയിരിക്കുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. ആ ആവശ്യത്തോടെ പല നേതാക്കളും വ്യക്തിപരമായി പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെ അവിടെ മത്സരിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ശ്രീലേഖ ഇരുന്നത്. അതിനിടയിൽ പലതരത്തിലുള്ള വിവാദമുണ്ടായി. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓഫീസ് മാറുന്ന സാഹചര്യത്തിലേക്ക് വന്ന കാര്യങ്ങളുണ്ട്. ഏറ്റവും അവസാനം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ വേദിയുടെ ഒരു സൈഡിൽ മോദിയുടെ അടുത്തേക്ക് പോയി ഒരു ഹായ് പറയാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതോടുകൂടി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ശ്രീലേഖയുടെ അനിഷ്ടം പ്രകടിപ്പിക്കാൻ തുടങ്ങി. നേരെ തിരിച്ച് ശ്രീലേഖയ്ക്കും പാർട്ടി നേതാക്കളോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ആ പശ്ചാത്തലത്തിലാണ് ഇനി സീറ്റ് തന്നാലും വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് നേതൃത്വത്തെ അറിയിച്ചത്. അത് അങ്ങനെയാണ് ശ്രീലേഖയുടെ തീരുമാനമെങ്കിൽ അവിടെ മറ്റൊരാളെ പരിഗണിക്കാം. ശ്രീലേഖയെ സമ്മർദ്ദത്തിലാക്കി അല്ലെങ്കിൽ താങ്കൾ മത്സരിക്കണം എന്ന് നിർബന്ധപൂർവ്വം നിർപ്പിക്കാനുള്ള സാധ്യത BJP നേതാക്കൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതായത് ആ ശ്രീലേഖ BJPയിൽ വന്നതിന് ശേഷം ശാസ്തമംഗലം വാർഡിന്റെ കൗൺസിലറായി മാത്രം ഒതുങ്ങാൻ പോകുന്നു എന്നതാണ് ഇതിന്റെ ചുരുക്കം. അതാണ് അതിന്റെ ചുരുക്കം. റഹീസ് പറഞ്ഞതുപോലെ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ശ്രീലേഖ പറയുന്നു. നിർബന്ധിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് BJPയും എത്തുകയാണ്.